കഥ തുടങ്ങുന്നത് കൃഷ് കപൂർ എന്ന യുവ റോക്ക് സിംഗറിലൂടെയാണ്. വളരെ ടാലന്റഡ് ആയ ഒരാളാണെങ്കിലും ദേഷ്യക്കാരനും ആരെയും എളുപ്പത്തിൽ വിശ്വസിക്കാത്ത സ്വഭാവക്കാരനുമാണ്. തന്റെ പാട്ടുകൾക്ക് നല്ല വരികൾ വേണമെന്ന ആഗ്രഹത്തിലിരിക്കുമ്പോഴാണ് വാണി ബത്ര എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. വാണി ഒരു മികച്ച എഴുത്തുകാരിയാണ്. പക്ഷേ അവളുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. വിവാഹ ദിവസം തന്നെ അവളുടെ പ്രതിശ്രുത വരൻ അവളെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോകുന്നു. അതോടെ അവൾ മാനസികമായി തകർന്നു പോകുന്നു. ഇതിനിടെയാണ് കൃഷും വാണിയും ഒരുമിച്ച് ജോലി തുടങ്ങുന്നത്. വാണി എഴുതുന്ന വരികളും കൃഷ് ഒരുക്കുന്ന സംഗീതവും ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അവരുടെ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റാകുന്നു. ജോലി ചെയ്യുന്നതിനിടെ അവർ തമ്മിൽ നല്ല സൗഹൃദം വളരുകയും അത് പിന്നീട് പ്രണയമായി മാറുകയും ചെയ്യുന്നു. കൃഷിന്റെ ദേഷ്യവും സ്വഭാവവും മനസ്സിലാക്കി അവനെ മാറ്റാൻ ശ്രമിക്കുന്നത് വാണിയാണ്. അങ്ങനെ ഇരുവരും വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഈ സന്തോഷം അധികനാൾ നീണ്ടു നിൽക്കുന്നില്ല. വാണിക്ക് ഏർലി ഓൺസെറ്റ് അൾഷിമേഴ്സ് എന്ന രോഗമുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തുന്നു. ഈ രോഗം കാരണം അവളുടെ ഓർമ്മകൾ പതിയെ ഇല്ലാതാകാൻ തുടങ്ങുന്നു. ആദ്യം ചെറിയ കാര്യങ്ങൾ മറക്കുന്നു. പിന്നീട് കൃഷ്ണനോടൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങളും അവളുടെ ഓർമ്മയിൽ നിന്ന് ഇല്ലാതാകുന്നു. വാണി അവളുടെ ഈ രോഗത്തെക്കുറിച്ച് ആരെയും അറിയിച്ചിരുന്നില്ല. ഈവൻ കൃഷ്ണനോട് പോലും പറഞ്ഞില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു പാർട്ടിയിൽ വെച്ച് അവൾ അവളുടെ പഴയ കാമുകനെ കാണുന്നു. ആ നിമിഷം തന്നെ അവളുടെ ഓർമ്മകൾ പഴയ കാലത്തിലേക്ക് പോകുന്നു. അപ്പോൾ അവൾ വിചാരിക്കുന്നത് അവളുടെ ഇപ്പോഴത്തെ കാമുകൻ ആ പഴയ കാമുകനാണെന്നാണ്. അവിടെ വെച്ച് അവൾ അയാളോട് എന്നാണ് അവളുടെ വിവാഹം എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് അയാൾ ശരിക്കും ഷോക്കായി. അങ്ങനെ അവളെ ഒരു വലിയ പ്രശ്നത്തിലാക്കുകയും അവളെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അവൾ അവളുടെ ബാഗ് മറന്നു വെച്ച് പോകുന്നു. സംഭവങ്ങളെല്ലാം അറിഞ്ഞ ആ സ്ഥലത്തെത്തിയ കൃഷ് അപ്പോഴാണ് അവളുടെ ബാഗിൽ വെച്ച റിപ്പോർട്ട് കാണുന്നത്. അങ്ങനെയാണ് അവൻ അവൾക്ക് ഈ അസുഖമുണ്ടെന്ന് തിരിച്ചറിയുന്നത്. തൻ്റെ കരിയറും പ്രശസ്തിയും എല്ലാം മാറ്റിവെച്ച് അവളുടെ കൂടെ തന്നെ നിൽക്കുന്നു. അവൾക്ക് ഓരോ ദിവസവും പഴയ ഓർമ്മകൾ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്നാൽ രോഗം കൂടുതൽ വഷളാകുന്നു. ഒരു ദിവസം ഒരു സംഗീത പരിപാടിക്കിടെ വാണിക്ക് വലിയൊരു ഓർമ്മക്കുഴപ്പം ഉണ്ടാകുന്നു. മുന്നിൽ നിൽക്കുന്ന കൃഷ്ണനെ പോലും തിരിച്ചറിയാതെ ഭയന്ന് അവനെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായപ്പോൾ വാണിക്ക് വലിയ കുറ്റബോധം തോന്നുന്നു. കൃഷ്ണന്റെ ജീവിതം താൻ നശിപ്പിക്കുകയാണെന്ന് കരുതി ആരോടും പറയാതെ അവൾ അവിടെ നിന്ന് പോയി മറയുന്നു. പോകുന്നതിന് മുമ്പ് അവൾ സയ്യാര എന്ന പേരിൽ ഒരു പാട്ടിന്റെ വരികൾ എഴുതി വെക്കുന്നു. ആ വരികൾ വായിച്ച കൃഷ് അത് സംഗീതമാക്കി പുറത്തിറക്കുന്നു. ആ പാട്ട് ലോകമെമ്പാടും വലിയ ഹിറ്റാകുന്നു. പക്ഷേ ആ വിജയത്തിനിടയിലും കൃഷ് അന്വേഷിച്ചത് വാണിയെ മാത്രമാണ്. ഏകദേശം ഒരു വർഷത്തിനു ശേഷം സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വീഡിയോയിലൂടെയാണ് വാണി ഒരു കെയർ ഹോമിൽ കഴിയുന്നുണ്ടെന്ന് കൃഷ് അറിയുന്നത്. അവൻ അവിടെ എത്തുമ്പോൾ വാണിക്ക് അവനെ ഓർമ്മയില്ല. അവൾ ഒരു അപരിചിതനെ കാണുന്നത് പോലെയാണ് പെരുമാറുന്നത്. എന്നാൽ കൃഷ് പ്രതീക്ഷ കൈവിടുന്നില്ല. അവർ ഒരുമിച്ച് പാടിയ പാട്ടുകളും എഴുതിയ വരികളും ചിലവഴിച്ച മനോഹര നിമിഷങ്ങളും വീണ്ടും വീണ്ടും അവളെ ഓർമ്മിപ്പിക്കുന്നു. ഒടുവിൽ സയ്യാര എന്ന പാട്ട് കേൾക്കുന്ന സമയത്ത് വാണിയുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ മടങ്ങി വരാൻ തുടങ്ങുന്നു. പതിയെ അവൾ കൃഷിനെ തിരിച്ചറിയുകയും ഇരുവരും വീണ്ടും ഒന്നിക്കുകയും ചെയ്യുന്നു. കഥയുടെ അവസാനം ഇവരുടെ വിവാഹം തന്നെ നടക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.